വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. പിതാവേ, ലോക സൃഷ്ടിക്കു മുൻപ് എനിക്ക് അവിടുത്തോട് കൂടെയുണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അവർ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവരെ എനിക്ക് നൽകി. അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു. അവിടുന്ന് എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു. എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി. അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിനു വേണ്ടിയല്ല. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെന്നാൽ അവർ അവിടുത്തേക്കുള്ളവരാണ്, എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്. ഓർമ്മിക്കുക, ഈശോ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. ലോകത്തിൽ ദൈവം നമുക്ക് തരുന്നവർക്ക് ദൈവത്തിന്റെ നാമം വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ലോകത്തിൽ നമ്മോട് ബന്ധപ്പെടുന്നവരെയെല്ലാം ദൈവം നമുക്ക് തരുന്നവരായി കരുതണം. അവർക്കെല്ലാം ദൈവത്തെ വെളിപ്പെടുത്തുവാനുള്ളൊരു ദൗത്യം നമുക്കുണ്ട്. ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധരായി ജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധി നാം വെളിപ്പെടുത്തണം. ദൈവം സ്നേഹമാണ്. നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് നാം ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തണം. ഈശോ തന്റെ പുരോഹിത പ്രാർത്ഥനയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. പുത്രന്റെ മഹത്വീകരണം എന്ന് പറയുന്നത് അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവുമാണ്. അവയെ ദൈവഹിത പ്രകാരം സ്വീകരിച്ച് അവയിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് ഈശോ മഹത്വീകരിക്കപ്പെട്ടത്. നമുക്കും ഇതുപോലുള്ള സഹനങ്ങൾ ജീവിതത്തിൽ ദൈവം അനുവദിക്കും. അവയെ ദൈവഹിതപ്രകാരം നേരിടുവാൻ നമുക്ക് കഴിയണം. ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഹിതപ്രകാരമുള്ളത് പലതും ത്യജിക്കേണ്ടി വരും. അതാണ് സഹനത്തിന് വഴിയൊരുക്കുന്നത്. ഈ സഹന ജീവിതത്തെ നമ്മുടെ മഹത്വീകരണ പ്രക്രിയയായി കണ്ടുകൊണ്ട് ഈശോയോട് ചേർന്ന് ജീവിക്കുവാനും എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തലിന് കാതോർക്കുന്നവരാകുവാനും വേണ്ട കൃപ ലഭിക്കുന്നതിന് നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണേ, വരദാനങ്ങൾ ചൊരിയണമേ. വചനം ലോകം മുഴുവനിലും ഘോഷിക്കാൻ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ വരണേ, വരദാനങ്ങൾ ചൊരിയണമേ. വചനം ലോകം മുഴുവനിലും ഘോഷിക്കാൻ കൃപ നൽകണമേ. അഭിഷേകം തരണേ, അഭിഷേകം തരണേ. പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ, അഭിഷേകം തരണേ, അഭിഷേകം തരണേ. പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ. ഒരേബ് മലയിൽ മുൾപ്പടർപ്പിൽ മോശ കണ്ടതുപോലെ
ഈശോ മിശിഹായിൽ പ്രാവിൻ രൂപേ ഇറങ്ങി വന്നു പരിശുദ്ധാത്മാവേ. ജോർദാൻ നദി സ്നാനസമയം ഈശോ മിശിഹായിൽ പ്രാവിൻ രൂപേ ഇറങ്ങി വന്നൊരു പരിശുദ്ധാത്മാവേ. ഇറങ്ങി വന്നിടണേ പാവനാത്മാവേ, പുതിയൊരു സ്നാനം നൽകിയിടണം ഈ സമൂഹത്തിൽ. ഇറങ്ങി വന്നിടണേ പാവനാത്മാവേ, പുതിയൊരു സ്നാനം നൽകിയിടണം ഈ സമൂഹത്തിൽ. സിഹിയോൻ ശാലയിലന്നു നാഥ അഗ്നിജ്വാലയാ. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിൽ നിറയണമേ. സിഹിയോൻ ശാലയിൽ വന്നു നാഥ അഗ്നിജ്വാലയായി. സ്ലീഹന്മാർ നിറഞ്ഞതുപോലെ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കത്തിജ്വലിക്കണമേ. ആത്മബലങ്ങൾ ഞങ്ങളിൽ ഇന്ന് നീ നിറയ്ക്കണമേ. നിറഞ്ഞു കവിയണമേ, കത്തിജ്വലിക്കണമേ. ആത്മബലങ്ങൾ ഞങ്ങളിൽ ഇന്ന് നീ നിറയ്ക്കണമേ. ഞാൻ പോകുമ്പോൾ നിങ്ങൾക്കായൊരു നിത്യസഹായകനെ തന്നിടുമെന്ന് ഈശോ തന്നുടെ വചനം നിറവേറാൻ.